ഇന്നെല്ലാവർക്കും കൊതി വരുന്നൊരു വീഡിയോ ആണ്. നമ്മൾ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടിട്ടും അച്ചാറിടാനൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ കയ്യിലിതാ തുറമാങ്ങ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ തുറമാങ്ങന്റെ വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ കുറച്ച് സെറ്റാക്കിയതാണ്. കുറേ തുറമാങ്ങ ഇപ്രാവശ്യം നമ്മൾ റെഡിയാക്കുന്നുണ്ട്. തുറമാങ്ങ നിറച്ച് വെച്ചല്ല, റെഡിയാക്കി വെച്ച തുറമാങ്ങ. പിന്നെ ഇതാ വെള്ളമുളക്, വെള്ളക്കാന്താരി എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഒറിജിനൽ കാന്താരി അല്ല, അതിലും കുറച്ചുകൂടെ വലുപ്പമുള്ള നല്ല ടേസ്റ്റ് ആക്കി ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ചാൽ. അപ്പൊ അത് നമ്മൾ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, മാങ്ങ ചെത്തിയിട്ട് ഉണക്കിയത് കേട്ടോ. നമ്മൾ തുറമാങ്ങയ്ക്ക് മച്ചാടാനൊക്കെ ഉപയോഗിക്കുന്ന മാങ്ങയുടെ തോല് കൂട്ടിയിട്ട് ചെത്തിയിട്ടിട്ട് അത് ഉണക്കിയെടുത്താണ്. ഇത് നമ്മളിനി ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് അച്ചാറിടാം. നല്ല ഉണക്കിയതുകൊണ്ട് ഒരു കേടും വരില്ല. പിന്നെ ഇതാ അരിനെല്ലിക്ക. അരിനെല്ലിക്ക നല്ല ഉപ്പിലിട്ട് വെച്ചതാണ്. അരിനെല്ലിക്ക നമ്മൾ അച്ചാറിടും ഉപ്പിലിടും. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തതിന് അച്ചാറും ഇടാം. നല്ല ടേസ്റ്റ് ആയി അരിനെല്ലിക്ക ഉപ്പിലിട്ട് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിരുന്നു. ഇനി നമുക്ക് ഇഷ്ടംപോലെ ആവുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഇനിയും കിട്ടാനുണ്ട് കേട്ടോ. ഇതെന്തായാലും സീസൺ കഴിഞ്ഞിട്ടില്ല. ഇത് പിന്നെ സീസൺ കഴിഞ്ഞു പോയ സാധനമാണ് കേട്ടോ. മാങ്ങ നമുക്കിപ്പോൾ മാങ്ങ പഴുത്തു തുടങ്ങി. നമ്മൾ കണ്ണിമാങ്ങയുടെ സ്റ്റേജ് കഴിഞ്ഞ് അതിന്റെ തൊട്ട് മുകളിൽ നമ്മൾ അണ്ടി ഇറക്കാത്ത മാങ്ങ ഉണ്ടല്ലോ, അതെടുത്ത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചാൽ ഇത് നമുക്ക് എടുത്ത് അച്ചാറിടാം. പക്ഷെ അതിലും ടേസ്റ്റ് നമുക്ക് വെറുതെ ഉപ്പിലിട്ട് കഴിക്കുന്ന നല്ല വലുപ്പമുള്ള മാങ്ങ. അധികം വലുപ്പമല്ല, ഭയങ്കര കാണിച്ച. അടുത്ത ഐറ്റം മാങ്ങ ചെത്തിയിട്ടത്. ഇത് നമ്മൾ തുറമാങ്ങയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മാങ്ങ ചെത്തിയിട്ടിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാണ്. ഇതിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് അച്ചാറിടാം. പിന്നെ ഇതാ ചാമ്പക്ക. ചാമ്പക്ക ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ എന്താ അറിയോ, ഇത് ഉപ്പിലിട്ട് കഴിക്കാൻ അതിനെക്കാട്ടി രുചി നമുക്ക് ഇത് അച്ചാറിട്ടാലാണ്. അപ്പൊ നമുക്ക് അച്ചാറിന്റെ സമയത്ത് എടുത്ത് ഉപയോഗിക്കാനാണ് നമ്മളിതുപോലെ ഉപ്പിലിട്ട് വെച്ചത്. പിന്നെ നമ്മൾ ഇതായിട്ട് കൂടുതൽ ഉണ്ടാക്കുന്ന വൈനാണ്. വൈൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. വൈനും അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പിലിട്ടത് അച്ചാറിട്ടൊക്കെ കിട്ടാനാണ് ഇങ്ങനെയും ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറിക്കുമ്പോഴേ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് കണ്ണിമാങ്ങ കേട്ടോ. അപ്പൊ കണ്ണിമാങ്ങ അച്ചാറിട്ട് ഇഷ്ടംപോലെ കണ്ണിമാങ്ങ അച്ചാർ നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഭരണി നമ്മൾ ഇടാതെ വെച്ചാണ് അല്ലേ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ എനിക്ക് അച്ചാറിട്ട് കേട്ടോ. എല്ലാവരും നമ്മൾ ചോദിക്കുന്ന സാധനമാണ് കണ്ണിമാങ്ങ അച്ചാർ. പിന്നെ ഇതാ ഇരുമ്പമ്പുളി. ഇരുമ്പമ്പുളി നമ്മൾ ഉപ്പിലിട്ട് വെച്ചാണ്. ഇതിന്റെ സീസൺ ഏകദേശം കഴിഞ്ഞ് ഒക്കെ മഴ പെയ്തിട്ടൊക്കെ കൊഴിയൽ തുടങ്ങി. നമ്മൾ കുറച്ചെടുത്തിട്ട് ചെത്തിയിട്ട് ഉണക്കിയിട്ട് അച്ചാറിടും. ഇത് പിന്നെ നേരെ ഉപ്പിലിട്ട് വെച്ചാണ് കേട്ടോ, എപ്പോഴും എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട്. ഓരോ സീസണിലും കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചാലേ ഇതൊന്നും കിട്ടാത്ത സമയം വരുമ്പോൾ നമുക്ക് ഇതിനോടൊക്കെ വല്ലാത്ത കൊതി വരും. ആ സമയത്ത് എടുത്ത് ഉപയോഗിക്കാം.